ഗൈസ് അങ്ങനെ ഇത് നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യാണ്ടിരുന്ന കസ്റ്റമറുടെ മെഷീൻ നമ്മൾ റീഇൻസ്റ്റാളേഷൻ പ്ലസ് സർവീസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതൊരു ഹോട്ടലാണ്, മീൻസ് റെസ്റ്റോറൻറ്റ് പോലത്തെ. അപ്പോൾ നമ്മൾ അവിടെ അങ്ങനെ വെക്കുന്ന സമയത്ത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് നാൾക്ക് ശേഷമാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളം ഒരുപാട് ടാങ്കിലൊക്കെ കിടന്ന് കളയേണ്ടി വരും. അപ്പോൾ നമ്മളത് അങ്ങനെ കളഞ്ഞ് നമ്മൾ നോക്കണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഫ്ലോട്ടൊക്കെ ചെക്ക് ചെയ്യണം. കാരണം വെച്ചാൽ ഇത് ഓവർഫ്ലോയോ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത്. പിന്നെ മെഷീൻ്റെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ് ഒരു 10 മിനിറ്റോളം നമ്മൾ നോക്കണം. കാരണം വെച്ചാൽ ഔട്ട്പുട്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ റീഇൻസ്റ്റാളേഷൻ കാര്യങ്ങളും ഫിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴായിരിക്കും അതിൽ ലീക്ക്, അല്ലെങ്കിൽ അത് ഓവർഫ്ലോ ആണ്, നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്ലോ കുറവാണ്, അങ്ങനത്തെ ഒരുപാട് കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് കസ്റ്റമറെ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എല്ലാ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആയാൽ പോലും ജസ്റ്റ് ആ മെഷീനൊക്കെ നിൽക്കുന്നുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഈ കസ്റ്റമർ ഉണ്ട്, ഇതാണ് ഇതിൻ്റെ ഫ്ലോ വരുന്നത്. ഇവിടെ വാട്ടർ ഫ്ലോ വളരെ കുറവായതുകൊണ്ടാണ് ഇത്രയും വരുന്നത്.